ഒന്നാമത്തെ ചോദ്യം കേരളത്തിലെ ആരോഗ്യമന്ത്രിയോടാണ്. സമരക്കാരുടെ നിഴൽ പോലും താങ്കളുടെ ശരീരത്തിൽ സ്പർശിച്ചിട്ടില്ല എന്ന് കാഴ്ചയുള്ള മുഴുവൻ ആളുകളും മനസ്സിലാക്കിയ ഒരു ഇൻസിഡന്റ്. സ്ത്രീകളുടെ താല്പര്യവും സംരക്ഷണവും ഒക്കെ പ്രസംഗിക്കുന്ന അങ്ങ് ഈ വീട്ടിൽ കിടന്നുറങ്ങിയിരുന്ന തങ്കം എന്ന് പറയുന്ന പാവപ്പെട്ട ഒരു വീട്ടമ്മ, അവരുടെ കിടപ്പുമുറിയിലേക്ക് വന്നു വീണ ബോംബിനെ സംബന്ധിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് കേരളത്തിനോട് പറയാം. സമരക്കാരുടെ നിഴൽ പോലും അങ്ങയുടെ ശരീരത്തിൽ സ്പർശിച്ചിട്ടില്ല എന്ന് RPF പരിശോധിച്ച റെയിൽവേയുടെ ക്യാമറ, കേരളത്തിലെ മുഴുവൻ ചാനലുകളും പല ആംഗിളുകളിൽ നിന്ന് കീറി മുറിച്ച് പരിശോധിച്ചിട്ടും അവരടുത്തു പോലും എത്തിയിട്ടില്ല, നിഴല് പോലും താങ്കളുടെ ശരീരത്തിൽ സ്പർശിച്ചിട്ടില്ല എന്ന് വ്യക്തമായ ഒരു ഇൻസിഡന്റിന്റെ പേരിൽ പച്ചക്കള്ളം പറഞ്ഞുണ്ടാക്കുന്ന പ്രചരണത്തിന്റെയും പ്രകോപനത്തിന്റെയും ഭാഗമായി ജനാധിപത്യ രീതിയിൽ ഒരു കരിങ്കൊടി സമരം മാത്രം നടത്തിയ ഒരു ചെറുപ്പക്കാരന്റെ വീട് തെരഞ്ഞു പിടിച്ച് രാത്രി 2:30 മണിക്ക് വന്ന് ബോംബെറിഞ്ഞ് അപായപ്പെടുത്താൻ ശ്രമിക്കുന്ന തരത്തിലേക്ക് അക്രമങ്ങൾക്ക് കാരണമായത് ആ കള്ളപ്രചരണമായിരുന്നു എന്നുള്ള തിരിച്ചറിവ് ഇനിയെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ കിടന്നുറങ്ങിയിരുന്ന പാവപ്പെട്ട ഒരു വീട്ടമ്മ, അവരോട് എന്താണ് കേരളത്തിന്റെ ആരോഗ്യമന്ത്രിക്ക് പറയാനുള്ളത്? മുദ്രാവാക്യം വിളികേട്ട് തിരിഞ്ഞു നോക്കിയപ്പോ ഉളുക്കിയ കഴുത്തിന്റെ വേദന ഇത്ര അസഹനീയമായിരുന്നെങ്കിൽ ഉഷ എന്ന് പറയുന്ന സഹോദരി കത്രിയ വയറിനകത്ത് വർഷങ്ങളോളം കൊണ്ടു നടന്നപ്പോ അനുഭവിച്ച വേദന എന്തെന്ന് ഊഹിക്കാൻ ആരോഗ്യമന്ത്രിക്ക് സാധിക്കുന്നുണ്ട്. വിനോദിനി എന്ന 4ാം ക്ലാസ്സുകാരി, 9 വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടി നിലത്ത് വീണ് കൈയൊടിഞ്ഞതിന്റെ പേരിൽ ആ കൈകൾ തന്നെ മുറിച്ചു മാറ്റേണ്ടി വന്നപ്പോ ആ ഇൻസിഡന്റിലും പിന്നെ ജീവിതകാലം മുഴുവൻ ഇനി അവർ അനുഭവിക്കേണ്ടി വരുന്ന വേദന എന്താണെന്ന് ഊഹിക്കാൻ കേരളത്തിന്റെ ആരോഗ്യമന്ത്രിക്ക് സാധിക്കുന്നുണ്ട്. ഹർഷിന എന്ന് പറയുന്ന ഒരു യുവതി, കോഴിക്കോട് ജില്ലക്കാരി, അവരും ഈ ചികിത്സാ പിഴവ് മൂലം വർഷങ്ങളോളം അനുഭവിക്കേണ്ടി വന്ന വേദനയെ സംബന്ധിച്ച്, അവരുടെ ആവശ്യങ്ങളെ സംബന്ധിച്ച്, അവരുടെ ഡിമാൻഡുകളെ സംബന്ധിച്ച് ഒരു അനുകൂല നിലപാടും എടുക്കാത്ത ഒരു ഭരണകൂടം, അതിന്റെ തലപ്പത്തിരിക്കുന്ന ആരോഗ്യമന്ത്രി മനുഷ്യരുടെ വേദന ഇപ്പോഴെങ്കിലും ഉൾക്കൊള്ളാൻ നിങ്ങൾ തയ്യാറുണ്ട്? ഞാൻ ആവർത്തിച്ചു പറഞ്ഞു, മുദ്രാവാക്യം വിളി കേട്ടപ്പോ തിരിഞ്ഞു നോക്കിയതിന്റെ പേരിൽ കഴുത്തുളിക്കിയതിന്റെ വേദനയ്ക്ക് പ്ലാറ്റ്ഫോം 1, 2 കടന്ന് 3-ലെത്തിയതിന്റെ ശേഷം ഉയർന്ന ബോധോദയത്തിന്റെ ഭാഗമായി തിരിച്ച് ആശുപത്രിവാസം സ്വയം തീരുമാനിച്ച് ICUവിലാക്കി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളെ സന്ദർശനം നടത്തി വധിക്കാൻ ശ്രമിച്ചുവെന്ന് പാർട്ടി നേതാക്കന്മാരെ കൊണ്ട് പത്രസമ്മേളനം നടത്തി കഴുത്തു പിടിച്ച് തിരിച്ചു, കൈ പിടിച്ച് ഒടിച്ചു, തിരിച്ചു എന്നൊക്കെ പാർട്ടി സെക്രട്ടറി തന്നെ നേരിട്ട് പത്രസമ്മേളനം നടത്തുന്ന കള്ളപ്രചരണങ്ങൾക്ക് നേതൃത്വം നൽകുമ്പോൾ മനുഷ്യരുടെ യഥാർത്ഥ വേദന അത് തിരിച്ചറിയാൻ കേരളത്തിന്റെ ആരോഗ്യമന്ത്രിക്ക് കഴിയുന്നുണ്ടോ? ഇനിയെങ്കിലും അത് അംഗീകരിക്കാൻ തയ്യാറാവണം. കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് ഒരു ചോദ്യം. ഇവിടെ ഇതാ തോടന്നൂരിൽ ഒരു KSU നേതാവിന്റെ, ഒരു ജനാധിപത്യ പ്രതിഷേധം നടത്തിയതിന്റെ പേരിൽ ഒരു KSU നേതാവിന്റെ വീട്ടിലേക്ക് ഉഗ്ര സ്ഫോടന ശേഷിയുള്ള ബോംബെറിഞ്ഞ് അപകടമുണ്ടാക്കാൻ ശ്രമിച്ചവരെ ചോറുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ന്യായമായും അതിന്റെ പിന്നിൽ CPM തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. എറിഞ്ഞത് ആരാണെന്നുള്ളതിന്റെ സൂചനകൾ പോലീസിനോട് ഈ കുടുംബവും പറഞ്ഞിട്ടുണ്ട്. ഇതും രക്ഷാപ്രവർത്തന ദൗത്യത്തിന്റെ പട്ടികയിൽ വരുമോ എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി മറുപടി പറയണം. ഈ അക്രമങ്ങൾക്ക് മുഴുവൻ പ്രോത്സാഹനം കൊടുക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളുമായി കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി പദവിയിൽ ഇരുന്ന് താങ്കൾ കൊടുത്ത പ്രോത്സാഹനമല്ലേ ഈ പരമ്പരകൾക്ക് കാരണമായി തീരുന്നത്? നിങ്ങളുടെ പോലീസിന്റെ പാർട്ടി ഇടപെടൽ മൂലമുള്ള, പാർട്ടി നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് മാത്രമുള്ള അവരുടെ വീഴ്ചകളുടെ പേരിലല്ലേ ഇത് നിരന്തരം ആവർത്തിക്കപ്പെടുന്നത്? നിങ്ങൾ കാണണം, ഫേസ്ബുക്കിൽ കഴിഞ്ഞ 2 ദിവസമായിട്ട് വിതുൽ ബാലൻ എന്ന KSU നേതാവിനെതിരായിട്ട് വടകര സഖാക്കളും ഇവിടുത്തെ സഖാക്കളും ഒക്കെ കൂടി ഇടുന്ന പോസ്റ്റ് അഡ്വാൻസ് ആദരാഞ്ജലികളാണ് ഇടുന്നത്. അഡ്വാൻസ് ആദരാഞ്ജലികൾ.
എന്തിനാ ഒരു കരിങ്കൊടി പ്രതിഷേധം നടത്തിയതിന്റെ പേരില? മനുഷ്യരുടെ കൈയും ജീവനും ഒക്കെ നഷ്ടപ്പെടുന്ന ഒരു വകുപ്പിന്റെ അനാസ്ഥക്കെതിരെ 2 മുദ്രാവാക്യം വിളിച്ചതിന്റെ പേരില? അഡ്വാൻസ് ആദരാഞ്ജലികൾ അർപ്പിക്കുന്ന സഖാക്കന്മാർ, അവന്റെ കമന്റ് ബോക്സിൽ വന്ന് നീ തീർന്നു എന്ന് പറയുന്നവർ, നീ ജയിലിൽ നിന്ന് അറിയിക്കോട്ടെ, നീ അവസാനിച്ചു എന്ന് പരസ്യമായി പച്ചക്ക് ഭീഷണിപ്പെടുത്തുന്ന ആളുകൾ ഒരു കരിങ്കൊടി പ്രതിഷേധത്തിന്റെ പേരില? ഞാൻ ചോദിച്ചോട്ടെ, കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്ന ഒരാളുടെ നെഞ്ചിലും നെറ്റിയിലും കല്ലെറിഞ്ഞിട്ട് എത്ര പേർക്ക് അഡ്വാൻസ് ആദരാഞ്ജലികൾ കേരളത്തിൽ പൊതുസമൂഹം നേർന്നിട്ടുണ്ട്? എത്ര പേരുടെ വീട്ടിൽ ബോംബ് എറിഞ്ഞിട്ടുണ്ട്? പരമ്പരകൾ എന്ന് ഞങ്ങൾ വെറുതെ പറയുന്നതല്ല. എന്റെ കയ്യിലുള്ളത് ഒരു FIR ആണ്. പിണറായി വിജയന്റെ പോലീസ് രജിസ്റ്റർ ചെയ്ത FIR. അതിനകത്ത് പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. 8/6/2024 രാത്രി 12 മണി കഴിഞ്ഞ് 5 മിനിറ്റും കഴിഞ്ഞ് ബാലൻ എന്ന് പറയുന്ന ബാബു എന്ന് പറയുന്ന മുതുവീട്ടിൽ ബാബു എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിന്റെ, മുതുവീട്ടിൽ വിഷ്ണു എന്ന് പറയുന്ന ഇപ്പോഴത്തെ പഞ്ചായത്ത് മെമ്പറിന്റെ വീട്ടിൽ, നിങ്ങൾ ആലേക്ക് FIR-ൽ പറയുന്നതാണ്, കരുവഞ്ചേരി എന്ന സ്ഥലത്തെ മുതുവീട്ടിൽ എന്ന വീട്ടിലേക്ക് ബൈക്കിലെത്തിയ DYFI പ്രവർത്തകരായ 1 മുതൽ 2 കൂടിയ പ്രതികൾ വീട്ടുമുറ്റത്തേക്ക് അതിക്രമിച്ചു കയറി കൈവശം വെച്ച സ്ഫോടക വസ്തു വീടിന്റെ മുകൾ നിലയിലേക്ക് എറിഞ്ഞതിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത FIR. ചെറിയ കുട്ടിയടക്കം കിടന്നുറങ്ങുന്ന ഒരു വീട്ടിലേക്ക് രാത്രി 12 മണി കഴിഞ്ഞ് ബോംബെറിഞ്ഞതിന്റെ പേരിൽ ഈ പോലീസ് രജിസ്റ്റർ ചെയ്ത FIR-ൽ ഇന്നേ വരെ ഒരു പ്രതിയെങ്കിലും അറസ്റ്റ് ചെയ്യാൻ പിണറായി വിജയന്റെ പോലീസ് ഇതുവരെ മെനക്കെട്ടിട്ടുണ്ടോ? ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.